തന്തയ്ക്ക് വിളി കേട്ടാലും ഞാൻ ഉദ്ഘാടനം ചെയ്യും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമായി. ഇനി എന്ത് എന്ന് ആലോചിക്കുകയാണ് ഇടതുപക്ഷ സർക്കാർ. ഉദ്ഘാടനം ചെയ്യാൻ എന്തുണ്ട് എന്ന്. എന്തൊരു സർക്കാരല്ലേ! ഭാഗ്യവാൻ പിണറായി, അല്ലെങ്കിൽ ഭാഗ്യമുള്ളവരുടെ കൂടാരമാണ് കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ ചിന്തിക്കണം. കാരണം നിരവധിയാണ് അത്തരത്തിലുള്ള കാരണങ്ങൾ. വിഴിഞ്ഞം കഴിഞ്ഞാൽ ഉടൻ ഉദ്ഘാടനം ചെയ്യാൻ പറ്റുന്ന അടുത്ത പദ്ധതി എന്ത് എന്നല്ലേ? ഉണ്ട്, അതിനുള്ള പദ്ധതികളുണ്ട്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് ഏകദേശം 10 കിലോമീറ്റർ ചുറ്റളവിൽ കപ്പൽ നിർമ്മാണശാല നിർമ്മിക്കുമെന്നുള്ള സൂചനകൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകിയതോടുകൂടി പുത്തൻ പ്രതീക്ഷയിലാണ് പൂവാറുകാരും ഒപ്പം തന്നെ കമ്മ്യൂണിസ്റ്റുകാരും. 2007 തുടക്കമിട്ട കപ്പൽ നിർമ്മാണശാല പദ്ധതി വിവിധ കാരണങ്ങളാൽ നിലച്ചിരുന്നു. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. വിഴിഞ്ഞം ഹാർബർ നിർമ്മാണം പൂർത്തിയായതോടെ തീരത്തെത്തുന്ന കൂറ്റൻ മദർ വെസലുകളുടെയും വൻകിട കപ്പലുകളുടെയും അറ്റകുറ്റപ്പണികൾക്കായിട്ട് സൗകര്യം വേണമെന്നുള്ളതാണ്. അപ്പോൾ 2013 കപ്പൽ നിർമ്മാണശാല സ്ഥാപിക്കുന്നതിനായിട്ട് സാധ്യതാ പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുവാൻ കൊച്ചിൻ ഷിപ്പ്യാർഡിനെ ചുമതലപ്പെടുത്തിയിരുന്നു. കേന്ദ്ര ഫിഷിംഗ് മന്ത്രാലയവും കൊച്ചിൻ ഷിപ്പ്യാർഡും നടത്തിയ പഠനങ്ങൾ അത് പൂവാർ തീരത്തിൻ്റെ അനന്ത സാധ്യത കണ്ടെത്തുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. അന്താരാഷ്ട്ര കപ്പൽ നിർമ്മാണശാല പൂവാറിൽ പ്രാവർത്തികമായാൽ നികുതി ഇനത്തിലും മറ്റുമുള്ള കോടികളുടെ വരുമാനം രാജ്യത്തിന് നേട്ടമാകുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. അങ്ങനെ വരുമ്പോൾ ലോകരാജ്യങ്ങൾക്കിടയിൽ നമുക്കറിയാം, ഏതൻസിനും സിംഗപ്പൂരിനും ഇടയ്ക്ക് ഈ അന്താരാഷ്ട്ര കപ്പൽ പാതയിൽ വേറെ കപ്പൽ നിർമ്മാണശാല ഇല്ല എന്നുള്ളതാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ പഠന റിപ്പോർട്ട് പ്രകാരം പൂവാർ, വിഴിഞ്ഞം, അഴീക്കൽ എന്നിങ്ങനെയാണ് മുൻഗണനാക്രമത്തിൽ അനുയോജ്യമായിട്ടുള്ള സ്ഥലങ്ങൾ എന്ന് പറയപ്പെടുന്നത്. രാജ്യത്തിൻ്റെ വിവിധ കടൽ തീരങ്ങളുടെ പരിശോധനകളിൽ കടലിൻ്റെ ആഴക്കൂടുതൽ അനുകൂല ഘടകമാണ് എന്നുള്ളതാണ്. പൂവാറിന് പകരം വയ്ക്കാവുന്ന മറ്റൊരിടം രാജ്യത്തില്ല എന്നാണ് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം കരയിലും കടലിൽ നടത്തിയ പഠനങ്ങളിൽ പറയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പൂവാർ തീരത്തോട് ചേർന്നുള്ള കടലിന് 24 മുതൽ 30 മീറ്റർ വരെ സ്വാഭാവികമായിട്ടുള്ള ആഴമുണ്ട്. കൂടാതെ വർഷം മുഴുവൻ കപ്പലുകൾക്ക് വന്നുപോകാൻ കഴിയും വിധം വേലിയിറക്ക അനുപാതം അത് വളരെ കുറവുമുള്ള ഒരിടം കൂടിയാണ് ഈ സ്ഥലം പൂവാർ എന്ന് പറയപ്പെടുന്നത്. ഏകദേശം 2 കിലോമീറ്റർ ദൂരം കുടിയൊഴിപ്പിക്കലില്ലാതെ നിർമ്മാണത്തിന് അനുയോജ്യമായിട്ടുള്ള ആഴക്കടലുള്ള തീരവും പൂവാറിലുണ്ട് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ നിർമ്മാണം, അറ്റകുറ്റപ്പണിക്ക് ശേഷിയുള്ള പരിശോധനാ കേന്ദ്രം വിഴിഞ്ഞത്തിന് സമീപത്തുണ്ട് എന്നതും അനുകൂല ഘടകമാണ് എന്നുള്ളതാണ്. അടുത്ത തിരഞ്ഞെടുപ്പിൽ ഈ ജനം വീണ്ടും പിണറായിയെ തന്നെ തിരഞ്ഞെടുത്താൽ ഇതുകൂടി അവർ ഉദ്ഘാടനം നടത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരു കാര്യമുണ്ടല്ലോ, അവർ ഭരിക്കുമ്പോൾ ആര് തുടങ്ങിയ പദ്ധതിയായാലും കമ്മ്യൂണിസ്റ്റുകാർ സമരം നടത്തി അത് മുടക്കില്ല. അങ്ങനെ ഒരു പ്രത്യേകത അതിനുണ്ട്. ഇത്രയും ഭാഗ്യശാലികൾ വേറെ കാണില്ല കേട്ടോ, അത് പറയാതിരിക്കാൻ കഴിയില്ല. ലോകത്തെ ഏറ്റവും ഭാഗ്യമുള്ളവർ ആരാണ് എന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ. അത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അത് കച്ചവടമാക്കി കൊണ്ടു നടക്കുന്നവരും മാത്രമാണ് എന്ന് പറയേണ്ടിയിരിക്കും. മറ്റുള്ളവർ എന്നാൽ മറ്റുള്ള രാജ്യക്കാർ, അല്ലെങ്കിൽ മറ്റുള്ള വിഭാഗങ്ങൾ, മറ്റുള്ള മതങ്ങൾ എല്ലാം നന്നായി മേലനങ്ങി അധ്വാനിച്ചിട്ടാണ് അവർക്ക് ദൈവം തമ്പുരാൻ അനുഗ്രഹങ്ങൾ നൽകുന്നതും നൽകിയിട്ടുള്ളതും. അല്ല എന്ന് പറയാൻ കഴിയുമോ? പക്ഷേ കേരള കമ്മ്യൂണിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ക്യാപ്റ്റൻ മുതൽ നോക്കുകൂലി വാങ്ങുന്ന തൊഴിലാളി വരെ മേലനങ്ങാതെ ലക്ഷ്മി ദേവിയും കൂടെയുള്ള എല്ലാ ദൈവങ്ങളും അവരെ മാത്രം സഹായിക്കുമ്പോൾ അതിലെന്തെങ്കിലും ബ്ലാക്ക് മാജിക്കുകളോ അല്ലെങ്കിൽ കുട്ടിച്ചാത്തന്മാരോ നരബലികളോ ഉണ്ടെന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ നമുക്കവരെ കുറ്റപ്പെടുത്താനും കഴിയില്ല എന്ന് പറയട്ടെ. ഏറ്റവും വലിയ ഭാഗ്യം ഇപ്പോൾ നടന്ന വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനം തന്നെ. 6000 കോടിയുടെ കടൽക്കൊള്ള എന്ന് മുഖപത്രം ദേശാഭിമാനി വെണ്ടയ്ക്ക അക്ഷരത്തിലും കൈരളി ചാനൽ 1 മാസത്തോളം ചർച്ചകളുമൊക്കെ നടത്തി ആ പാവപ്പെട്ട ഉമ്മൻചാണ്ടിയെ കൊള്ളാത്തവനാക്കി മാറ്റിയവരാണ് ഈ പറഞ്ഞ പിണറായിയും കൂട്ടരും. പ്രത്യേകിച്ച് അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന ഇന്നത്തെ മുഖ്യമന്ത്രി ഇപ്പോൾ വിഴിഞ്ഞത്തിൻ്റെ ക്യാപ്റ്റനാകുവാൻ തൊപ്പി വെച്ചു പോകുമ്പോൾ സ്വന്തം ഭാര്യ കമലമ്മയും മകൾ വീണ റിയാസും പേരക്കുട്ടിയും കൂടെ അവിടെ വട്ടമേശക്കരികെ ഇരുന്നത് നാമെല്ലാം കണ്ടതുമാണ്. എൻ്റെ നെഞ്ചത്തു കൂടിയേ കരുണാകരൻ നെടുമ്പാശ്ശേരിയിൽ വിമാനമിറക്കൂ എന്ന് വീമ്പളക്കി റോഡ് മുഴുവൻ തല്ലിപ്പൊളിച്ച് അതുണ്ടാക്കിയ അന്നത്തെ ഡിഫിക്കുട്ടൻ എസ് ശർമ്മ ഓർമ്മയുണ്ടാകും. നായനാർ ഉദ്ഘാടനം ചെയ്ത നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ നെറുകയിൽ കയറി ഇരുന്നത് കൊണ്ട് അവിടെ ആരായി മാറി? ഡയറക്ടറായി. ഡയറക്ടർ ബോർഡ് മെമ്പറായത് കേരളത്തിലുള്ളവർക്ക് പോലും എല്ലാവർക്കും ഓർമ്മയിലുള്ള കാര്യമാണ്. നെടുമ്പാശ്ശേരി വിമാനം
എന്നാൽ ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇക്കാരണങ്ങളിൽ ഒന്നും തന്നെ നാണവുമില്ല മാനവും ഇല്ലാത്തത് കൊണ്ട് ആരെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, അവരങ്ങനെയാണ്, അവരങ്ങനെ ചെയ്യൂ. അവർ ഉൾക്കൊള്ളുന്ന സമൂഹവും വിഭാഗങ്ങളും അങ്ങനെയുള്ള ജന്മങ്ങളാണ്. പറയുന്നതൊന്ന്, ചെയ്യുന്നത് മറ്റൊന്ന്. എന്തും എപ്പോഴും എവിടെ വേണേലും മാറ്റിപ്പറയും. എന്നാലും വോട്ട് ചെയ്ത് ജയിപ്പിക്കുവാൻ കുറേയധികം ഊളകൾ ഇന്നും ജീവിച്ചിരിക്കുന്നത് കൊണ്ട് പാർട്ടി നിലനിൽക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ അറിഞ്ഞോ നാട്ടാരെ, നമ്മുടെ വിദ്യാമന്ത്രി ജേക്കബ് ചൈനയിൽ പോയതറിഞ്ഞില്ലേ? കാപ്പിരി സുന്ദരികളൊത്തൊരുമിച്ച് റോക്ക് ആൻഡ് റോൾ കളിക്കുമ്പോൾ കേരള മക്കൾ കേഴുന്നു. 1986-87 കാലഘട്ടങ്ങളിൽ കമ്പ്യൂട്ടറിനെതിരെയും സ്വകാര്യ പോളിടെക്നിക്കുകൾക്കെതിരെയും പ്രീ ഡിഗ്രി ബോർഡിനെതിരെയും നവോദയ വിദ്യാലയങ്ങൾക്കെതിരെയും നടന്ന സമരങ്ങളിൽ മുഴങ്ങിക്കേട്ട മുദ്രാവാക്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞുപോയി എന്നുള്ളതായിരുന്നു. അതായിരുന്നു മോളിക്കെട്ടത്. ഇങ്ങനെ 3-4 മാസങ്ങൾ കേരളം സ്തംഭിച്ചപ്പോൾ നമ്മൾ അറിഞ്ഞില്ല ഈ സമരങ്ങൾ എം.വി. രാഘവനെ പാർട്ടി പുറത്താക്കാൻ നേരം അങ്ങേരുണ്ടാക്കിയ DYFI അണികൾ ചോർന്നു പോകാതിരിക്കുവാൻ സഖാവ് EMSഉം സഖാവ് നായനാരും കൂടിയുള്ള കുനുഷ്ടുബുദ്ധിയിൽ പിറവിയെടുത്ത സമരങ്ങളായിരുന്നുവെന്നത് നമ്മളാരും മനസ്സിലാക്കിയിരുന്നില്ല DYFIയെ. ആ 80കളുടെ അവസാനത്തിൽ നായനാരുടെ മകൾ ഉഷയും മകൻ കൃഷ്ണകുമാറും നല്ലവണ്ണം കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച് പാസ്സാവുകയും ചെയ്തു എന്നുള്ളത് ചരിത്രമാണ്. പിന്നെ നടന്ന ബ്രഹ്മാണ്ഡ സമരങ്ങളിൽ ഒന്നായിരുന്നു ഈ സ്വാശ്രയ കോളേജ് സമരം എന്ന് പറയപ്പെടുന്നത്. തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും സ്വകാര്യ കോളേജുകളിൽ 70% കുട്ടികൾ കേരളത്തിൽ നിന്നായതുകൊണ്ട് കേരളത്തിൽ സ്വകാര്യ കോളേജുകൾ വരാതിരിക്കുവാൻ അവിടുത്തെ കോളേജ് ലോബി അന്ന് 90 കാലഘട്ടങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഓരോരോ സീസണിലും ചുമ്മാ സമരങ്ങൾ ഉണ്ടാക്കുവാൻ 50ഓളം കോടി കൈക്കൂലിയായി നൽകിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ വലിയ സമരങ്ങൾ അന്ന് നടന്നിട്ടുണ്ട്. കോളേജ് അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞാൽ അന്നാണ് സമരങ്ങൾക്ക് തുടക്കം കുറിക്കുക എന്നുള്ളത്. അതാണ് DYFIയുടെയും SFIയുടെ പരിപാടി. കൂടാതെ അക്കാലഘട്ടങ്ങളിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഗൗരിയമ്മയെ ചവിട്ടി പുറത്തേക്ക് പറഞ്ഞയക്കേണ്ടതായി വന്നതും ആ കാലഘട്ടത്തിലായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ കൂത്തുപറമ്പ് വെടിവെപ്പും പുഷ്പനെ അറിയാമോ എന്ന ഗാനവും ജനങ്ങളിൽ എത്തിക്കുവാനും ഈ DYFI കുട്ടന്മാർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. BMW കാർ കമ്പനി കേരളത്തിൽ സ്ഥലം നോക്കുവാൻ കൊച്ചിയിൽ വിമാനമിറങ്ങിയ അന്ന് തന്നെ ADPക്കാരുടെ മേലെ കരിയോയിൽ ഒഴിച്ചതും തമിഴ്നാട്ടിൽ നിന്നും പണം വാങ്ങിയാണ് എന്നാണ് കോൺഗ്രസിൽ നിന്നും ആരോപണമുയർന്നത് അന്ന്. ശരിയായിരിക്കാം, തെറ്റല്ല എന്ന് പറയാം. പിന്നീട് BMW ചെന്നൈക്ക് പോയി. രജനി S ആനന്ദ് എന്ന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തതും കേരളം മറന്നിട്ടുണ്ടോ? ഇല്ല. അതിനിടയ്ക്ക് ക്യാപ്റ്റൻ്റെ മകളൊക്കെ കോയമ്പത്തൂർ അമൃതയിൽ പോയി കമ്പ്യൂട്ടർ സയൻസൊക്കെ പാസ്സായി വരികയും ചെയ്തു. അത് കേരളം കണ്ടു, ആരും കേട്ടില്ല എന്ന് മാത്രം. ആ കാലഘട്ടത്തിലാണ് VSഉം പിണറായിയും തമ്മിലുള്ള അംഗവും VSനെ പുറത്താക്കുവാനുള്ള കാരണങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് പിണറായി തലകുത്തി മറിഞ്ഞതുമൊക്കെ ആ ഒരു കാലഘട്ടത്തിലായിരുന്നു. അപ്പോൾ VS അച്യുതാനന്ദൻ കുഞ്ഞാലിക്കുട്ടിയുടെ സ്മാർട്ട് സിറ്റിയിൽ കയറി പിടിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടിക്കും KM മാണിക്കും കുഞ്ഞാലിക്കുട്ടിക്കുമെതിരെ സമരം നയിച്ച് അവസാനം ആ ഭാഗ്യവാൻ തന്നെ അത് ഉദ്ഘാടനം നിർവഹിക്കുകയായി ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. കുഞ്ഞുഞ്ഞും കുഞ്ഞുമാണിയും കുഞ്ഞാലിക്കുട്ടിയും ചേർന്നുകൊണ്ട് കൊച്ചിയിൽ മെട്രോ ഉണ്ടാക്കി കളയാമെന്ന് കരുതേണ്ട, അതിന് ഞാൻ സമ്മതിക്കില്ല എന്നും അങ്ങനെ പറഞ്ഞുകൊണ്ട് വായിൽ തോന്നിയ തെറികളും പച്ച വർഗീയതയുമൊക്കെ ഇറക്കി വിട്ടുകൊണ്ട് കൊച്ചി മെട്രോയ്ക്കെതിരെ VS ബഹളം വച്ചുവെങ്കിലും അങ്ങേരുടെ ബദ്ധശത്രുവായിട്ടുള്ള പിണറായി വിജയൻ അത് ഉദ്ഘാടനം ചെയ്യുവാനുള്ള ഒരു ഭാഗ്യമുണ്ടായി എന്നുള്ള പ്രത്യേകത ഉണ്ട് എന്ന് കൂടി പറയട്ടെ. അതിലേക്ക് ഉമ്മൻചാണ്ടിയെയും കുഞ്ഞാലിക്കുട്ടിയെയും ക്ഷണിച്ചോ എന്നതിനെക്കുറിച്ചൊന്നും ആർക്കും അറിയില്ലല്ലോ. എന്തൊക്കെ എതിർത്തിട്ടുണ്ടോ, എന്തിനൊക്കെ സമരം ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ആർക്കൊക്കെ എതിരെ അഴിമതിക്കെതിരെ കേസുകൾ നടത്തിയിട്ടുണ്ടോ, എല്ലാത്തിലും വടിപാമ്പായി മാറിക്കൊണ്ടൊരു രാഷ്ട്രീയ പാർട്ടിയുടെ സകലമാന ആദർശങ്ങളും പണയം വയ്ക്കേണ്ടി വന്ന ഒരു പാർട്ടി, ആ പാർട്ടി ഇപ്പോൾ വിഴിഞ്ഞത്തും ആ ചീഞ്ഞ കളികൾ തന്നെയാണ് കളിച്ചത് എന്നുള്ളതാണ് ലജ്ജാകരമാകുന്നത്. 2018 പ്രളയവും അതുപോലെ 2020 കോവിഡും അനുഗ്രഹിച്ചത് കൊണ്ട് മാത്രം അധികാരത്തിൽ തുടരുന്ന ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായിട്ട് 8 വരി പാത എങ്ങനെയെങ്കിലും ഉദ്ഘാടനം ചെയ്യുവാൻ ചാത്തന്മാരുടെ അമ്പലങ്ങളിൽ കയറിയിറങ്ങുകയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കേരളത്തിലെ 20% ആളുകൾക്ക് ആ റോഡിൻ്റെ നിജസ്ഥിതി അറിയുകയുള്ളൂ എന്ന് കൂടി പറയട്ടെ. കാരണം നിതിൻ ഗഡ്കരി ഉണ്ടാക്കുന്ന റോഡാണ് അതെന്ന് ആർക്കറിയാൻ, അല്ലേ? ആ ധൈര്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളത്. അത് സ്വന്തം കീശയിലേക്ക് ആക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ഏത് വിധേനയും അവരുടേതാക്കി മാറ്റുവാനുള്ള ആർജവം ആ പാർട്ടിക്കാർക്കുണ്ട് എന്നുള്ളതാണ്.
അക്കാര്യം ക്യാപ്റ്റന് നന്നായി അറിയുകയും ചെയ്യാം. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇത്രയും ഭാഗ്യം ചെയ്ത രാഷ്ട്രീയ പാർട്ടിയും അതിൻ്റെ നേതാക്കന്മാരും ലോകത്തെവിടെയും ഇല്ല എന്നുള്ളതാണ്. ലോകത്ത് ഏറ്റവും ഭാഗ്യം ചെയ്ത വർഗം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് വർഗവുമാണ്. കരുണാകരൻ കൊണ്ടുവന്ന വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തതും കമ്മ്യൂണിസ്റ്റുകാർ. കുഞ്ഞാലിക്കുട്ടിയും കുഞ്ഞൂഞ്ഞും കുഞ്ഞുമാണിയും ചേർന്ന് കൊണ്ടുവന്ന കൊച്ചി മെട്രോ ഉദ്ഘാടിച്ചു. എത്രയോ പേരെ കുരുതി കൊടുത്തിട്ടിപ്പോൾ സ്വകാര്യ സർവകലാശാല തുടങ്ങുന്നു. ഇപ്പോഴിതാ ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന വിഴിഞ്ഞം ഉദ്ഘാടനം ചെയ്തു. ഇനി നിതിൻ ഗഡ്കരി കൊണ്ടുവരുന്ന ഹൈവേയും ഇവർ ഉദ്ഘാടിക്കും. അതിനുശേഷം കപ്പൽ നിർമ്മാണശാലയും ഇവർ ഉദ്ഘാടനം ചെയ്യും. ഇതാണ് കമ്മ്യൂണിസം. പിണറായി വിജയൻ്റെ പിണറായിസം. എന്ത് തന്തയ്ക്ക് വിളി കേട്ടാലും ഉദ്ഘാടനം ചെയ്തേ അടങ്ങൂ എന്നുള്ള വല്ലാത്ത പൂതിയാണ് ഈ പിണറായി വിജയന്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.